ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം പഴയകാല റെസിപ്പിയാണ് തരി കാച്ചിയത്. പക്ഷേ പഴയതാണെങ്കിലും നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നോമ്പ് 30 ദിവസം തരി കാച്ചി ഇല്ലാതെ നോമ്പില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, നല്ല ക്ഷീണം മാറുന്നൊക്കെ പറയില്ല, ആ ഒരു രീതിക്കുള്ള ഡ്രിങ്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തരി കാച്ചി ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മാൻ്റെത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഉമ്മാനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കാന്നുള്ളത്. അപ്പോൾ ഇതാ ഉമ്മ ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇതിൽ നമ്മൾ RKG പോലത്തെ നല്ല ഫ്ലേവറും മണമൊക്കെ നല്ല രുചിയൊക്കെ കിട്ടുന്ന നെയ്യില്ലേ, അങ്ങനത്തെ തന്നെ ചേർക്കണം. അതും നെയ്യ് നിർബന്ധമായിട്ട് ചേർക്കണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അതാണ് എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കും ഇതിന്. അപ്പോൾ നെയ്യ് ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 4 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കാഷ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ, എത്രയാണോ വേണ്ടത്. ഇതൊന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കാഷ്യൂ ചേർക്കുന്ന സമയത്ത്. പിന്നെ ചിലവർ മുന്തിരിയും ചേർക്കാറുണ്ട്, ഉമ്മ പൊതുവേ ചേർക്കാറില്ല, അത് നമുക്ക് ആർക്കും അത്രയ്ക്ക് ഇഷ്ടമില്ല അതങ്ങനെ കടിക്കുന്ന സമയത്ത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കളർ മാറി കിട്ടുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും കാഷ്യൂ ഒക്കെ അത്യാവശ്യം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം, 1 കപ്പ് എന്ന് പറയുമ്പോൾ നിറയെ എടുക്കേണ്ട, കുറച്ചൊരു സ്പൂണൊക്കെ കുറഞ്ഞെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് 1/3 കപ്പിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതായത് 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തന്നെ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരല്പം 1-2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മധുരം നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് സ്പൂൺ അളവിൽ ഇട്ടോളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1/2 കപ്പിൽ താഴെയായിട്ട് റവ ചേർത്ത് കൊടുക്കണം. അതായത് 1/3 കപ്പ് തന്നെ മതിയാകും. റവ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് കട്ടയായി പോകും കേട്ടോ. നമ്മുടെ ഈ തരി കാച്ചി ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് കുടിക്കാൻ നല്ല ടേസ്റ്റ്. ഓവർ ടൈറ്റ് ആയിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഉമ്മ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മറ്റേ കയ്യിൽ സ്പൂണ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായി പോവും. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. പിന്നെ ഇനി ഒരുപാട് സമയമൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് റവയൊന്ന് നല്ലപോലെ 1 മിനിറ്റോളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തരി കാച്ചിയുടെ പരിപാടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മധുരം നോക്കുക കേട്ടോ, ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ റവയൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഇത് ചേർക്കുന്ന സമയത്ത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് കാണുമ്പോൾ മനസ്സിലാവും, നല്ല കുടിക്കാൻ പാകത്തിനേ ഉള്ളൂ. ഈ ഒരു രീതിക്ക് തന്നെ എടുക്കുക കേട്ടോ, ഓവർ ടൈറ്റാക്കി എടുക്കേണ്ട. അപ്പോൾ റവ നിങ്ങൾ മാക്സിമം കുറക്കുന്നതിനനുസരിച്ച് ലൂസായിട്ട് കിട്ടും, റവ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് തിക്കായിട്ടും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തരി കാച്ചി നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ കുടിക്കാനൊക്കെ പാകത്തിന് പറ്റി തിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ സെർവ് ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് തിക്നെസ് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിൽ കുറച്ച് പാല് തിളക്കാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലാതെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തരി കാച്ചിയത് റെഡിയായി. സിമ്പിളല്ലേ ചെയ്യാനേ. അപ്പോൾ നല്ല ക്ഷീണവും എന്താ പറയുക ദാഹവും ക്ഷീണവും ഒക്കെ മാറുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു ഡ്രിങ്കാണ് കേട്ടോ, വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കാഷ്യൂ ഒക്കെ കുറച്ച് അധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്